എല്ലാ ഞായറാഴ്ചയും പോലെ ഈ ഞായറാഴ്ചയും ഒരു പരിപാടിയില്ല. പക്ഷെ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലും കുറച്ച് പൈസയെങ്കിലും കൊണ്ടേ കളഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനക്കേടാ. ഏതായാലും അതിന് പറ്റിയ സ്ഥലത്താണ് ഞാനും വന്നിട്ടുള്ളത്. എന്തെടുത്താലും 169. ഈ രണ്ട് യുവാക്കളും കുടുംബം നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇതൊക്കെ അവർക്ക് ഉപകാരപ്പെടുമായിരിക്കും. നീണ്ട ഒരു 1.5 മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നോക്കിപ്പെറുക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുഞ്ഞുകുരുപ്പ്. സാധനമൊക്കെ നമ്മൾ സെറ്റാക്കി ഡിക്കിയിലേക്ക് എത്തി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് സെൻട്രൽ സ്ക്വയറിലേക്കാണ്. ഇവിടെ ഇപ്പം എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർഗർ കിങ്ങിൽ പോയിട്ട് ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ നോക്കി പെറുക്കി ഓർഡർ കൊടുത്തതിന് ശേഷം അതിൽ കൂടെ നിൽക്കുമ്പോഴുണ്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പാട്ട് കേൾക്കുന്നു. ആ പാട്ടിനെ ഇവിടെ കേൾപ്പിക്കാം. പാട്ട് കേട്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സാധനം വന്നു. 3 ബർഗർ, 3 ഷേക്ക്, ഒരു കൊക്കക്കോള, 2 ഫ്രൈസ്. ഇന്നത്തേക്ക് ധാരാളമായിട്ടും ഇത് മതി. ഇനി നമുക്ക് ഒരു മൂവിക്ക് പോവാം. പ്ലാനിങ് ഒക്കെ ഭയങ്കര പെട്ടെന്നായിരുന്നു. 7:35 ഷോയ്ക്ക് ഫുഡ് കഴിച്ച് കഴിയുന്നത് 7:35. എസ്കലേറ്റർ കയറുന്നത് 7:37. ഇവിടെ വന്നപ്പം ടിക്കറ്റ് കൗണ്ടറിൽ അതിനേക്കാളും തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് വേഗം പോയി. ബൈ ദ ബൈ, ഇത് ഏത് മൂവിയാണെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. F1 ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കോച്ച് ജെൻസൺ കുറച്ച് ബാലപാഠങ്ങൾ പറഞ്ഞു വന്നുകൊണ്ട് മൂവി കുറച്ച് നൈസായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് 100 രൂപേൻ്റെ വെള്ളം വാങ്ങിച്ചതിൻ്റെ വിഷമം വേറെ. അങ്ങനെ മൂവി കഴിഞ്ഞു. അടിപൊളി മൂവിയായിരുന്നു. നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് താത്വിക അവലോകനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആ ദിവസം കംപ്ലീറ്റ് ആയി. ഓക്കെ, ബൈ.